ആദ്യത്തെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരുന്നത്. ദേ എൻ്റെ ഈ കൈയുടെ നിറം ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, എൻ്റെ കൈയുടെ നിറം, എൻ്റെ മുഖത്തെ നിറം കൂടി നോക്കൂ ഗൈസ്. എൻ്റെ കൈയുടെ നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര മാത്രം റിസൾട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കണേ നോക്കൂ. അപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് കൈ ടാൻ അടിച്ച് തന്നെ ഇരിക്കണത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫേഷ്യലാണ്, ഒരു 2 സ്റ്റെപ്പ് ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ബ്രൈറ്റനായിട്ട് ഇരിപ്പുണ്ട് എൻ്റെ ഫേസ്. അത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് ഫേഷ്യൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇൻട്രോ പറയുന്നത്. അപ്പോൾ അതെ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എൻ്റെ ആദ്യത്തെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരുന്നത്. ദേ എൻ്റെ ഈ കൈയുടെ നിറം ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, എൻ്റെ കൈയുടെ നിറം, എൻ്റെ മുഖത്തെ നിറം കൂടി നോക്കൂ ഗൈസ്. എൻ്റെ കൈയുടെ നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഫേഷ്യൽ ചെയ്യണതിന് മുന്നേ. അപ്പോൾ എത്രമാത്രം റിസൾട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കണേ നോക്കൂ. അപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് കൈ ടാൻ അടിച്ച് തന്നെ ഇരിക്കണത്. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ എനിക്ക് കിഡിലൻ റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരിക്കലും മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ ഈ ഒരാഴ്ചയായിട്ട് ഈ വർക്കിനൊക്കെ പോയി ഭയങ്കര മുഖം ടാൻ അടിച്ചിരിക്കണമായിരുന്നു വന്നത്. അപ്പോൾ ഞാനൊരു ഫേഷ്യലായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഒറ്റ യൂസിൽ തന്നെ കിഡിലൻ റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ നല്ലോണം ടാൻ മാറുകയും ചെയ്തു കേട്ടോ. എനിക്കിനി വേറെ ഫേസ് പാക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ടാൻ മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് പ്രത്യേകിച്ച് ടാനൊന്നും മാറാനില്ല. അപ്പം ഇത് അധികം ഞാൻ പഠിച്ച് നീട്ടുന്നില്ല. അപ്പം എങ്ങനെയാണ് ഈ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കണേ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിങ് ആണ് കേട്ടോ. സ്റ്റീമിങ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, സ്റ്റീമിങ് എന്തായാലും ചെയ്തേക്കാം. നമ്മളിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നല്ലോണം മാറാൻ വേണ്ടിയാണ് സ്റ്റീമിങ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെയല്ലേ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഈ സ്റ്റീമർ ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് കുറച്ച് ഒരു ടവലെങ്ങാനും മുക്കിയിട്ട് നമ്മുടെ മുഖത്ത് നല്ലോണം മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ലോണം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ സ്റ്റീം ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തേക്കാം. അതിനുശേഷം നമുക്കൊരു സ്ക്രബാണ് ഉണ്ടാക്കുന്നത്. ഈ സ്ക്രബിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്, പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാരയാണ്. അത് 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് കുറച്ചൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊടിച്ചു പോകരുത്, നമ്മൾ സ്ക്രബിങ് എഫക്റ്റ് വേണമല്ലോ. അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചിട്ട് ഞാൻ 1 ടീസ്പൂൺ തേനും 1/2 മുറി തക്കാളിയുടെ നീരുമാണ് കേട്ടോ ഈ സ്ക്രബിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ പഞ്ചസാരയൊക്കെയാണല്ലോ അതിലിട്ടേക്കുന്ന പെട്ടെന്ന് അലിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ ടാൻ ഉണ്ട്, എൻ്റെ നെറ്റിയിലൊക്കെ ടാനിങ് ഉണ്ട്, പിന്നെ ഒരു ഗ്ലോ ഒന്നുമില്ല. കുറേ നാളായി മുഖത്ത് ഫേസ് പാക്ക് ഇട്ടിട്ടും പിന്നെ സമയം ഉണ്ടാവാറില്ല. പിന്നെ ഈ ഒന്നാമത്തെ ചൂടൊക്കെയാണല്ലോ, അതുകൊണ്ട് നല്ലോണം ടാൻ അടിച്ചിരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ ടാനിങ് ഉണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചെടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ലോണം മസാജ് ചെയ്യുക കേട്ടോ. അവിടെയൊക്കെയാണ് കൂടുതലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവുക. പിന്നെ ഈ ചിൻ പോർഷനിലും പിന്നെ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റീമിങ് ചെയ്താലാണ് കുറച്ചെങ്കിലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറുള്ളൂ. അപ്പോൾ അവിടെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ടീയേഴ്സൊക്കെ വരും നമ്മുടെ സ്കിന്നിൽ. അതുകൊണ്ട് പതിയെ സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിലിട്ടിരിക്കുന്ന തേനൊക്കെ ഉണ്ടല്ലോ, തേൻ ഭയങ്കരമായിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനും ഗ്ലോ ആക്കാനും പിന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കാനൊക്കെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന തേനും പഞ്ചസാരയും ഈ തക്കാളി നീരൊക്കെ, ഈ 3 ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. ടാൻ മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ക്രബാണ്. അപ്പം നമ്മളൊരു 5 മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ടാൻ റിമൂവ് ചെയ്യാൻ ഇതിലും നല്ല ഫേസ് പാക്ക് വേറെ ഇല്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്, ഒരു മീഡിയം ഉരുളക്കിഴങ്ങ്. എന്നിട്ട് അത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നല്ലോണം
ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം സ്ട്രെയിൻ ചെയ്തിട്ടോ ജ്യൂസാക്കി. ആ നീരും ആ സ്റ്റാർച്ചും മാത്രം മതി. അതുകൊണ്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കടലമാവ് ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ കടലമാവ്. അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യാറ്. എനിക്ക് സാധാ കാപ്പിപ്പൊടി എനിക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ഡള്ളാവണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അരമുറി നാരങ്ങയും കൂടി ഇടുന്നുണ്ട്. ഇപ്പം നാരങ്ങ ചിലർക്ക് അലർജി ആയിരിക്കും, അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ. അലർജി ഇല്ലാത്തവർ ഒന്ന് ഇടുന്നത് നല്ലതായിരിക്കും. നമ്മൾ മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ മിക്സ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ലൂസായിപ്പോയി. ഇതിലും കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ പൊട്ടറ്റോ ജ്യൂസ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇതേപോലെ ലൂസായി പോയത്. കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നല്ലോണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്കിൻ തൊടുമ്പോൾ തന്നെ നല്ല ബേബി സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇനി ഈ ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്യാം. വീഡിയോ എടുക്കണത് ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് ഗൈസ് എടുക്കുന്നത്. എനിക്ക് സാധാരണ അമ്മയാണ് വീഡിയോ എടുത്ത് തരാറ്, പക്ഷെ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്തപ്പോൾ കയ്യിൽ മറ്റേ മൊബൈലും ഈ ഫേസ് പാക്ക് ഇടുന്ന ബൗളും കൂടി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഇങ്ങനെ അനങ്ങുന്നുണ്ട് എന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം തന്നെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക. ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ എൻ്റെ നല്ലോണം കട്ടിയായില്ല. അപ്പം ഞാനൊരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, 15 മിനിറ്റ് നേരം ആയപ്പോഴേക്കും തന്നെ ഒന്ന് സെമി ഡ്രൈ ആയിട്ടുണ്ടായി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട് ഒന്നും കൂടി ഒരു കോട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ടാണ് ഞാൻ കഴുകി കളയണത്. മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത്. ഒരു സെമി ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇനി കഴുകുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സെമി ഡ്രൈ ആയപ്പോഴേക്കും തന്നെ ഞാൻ കഴുകി. കണ്ടില്ലേ, നമ്മൾ മുഖത്തുനിന്ന് അത് മാറ്റുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് എന്നുവെച്ചാൽ നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്ലോ ഇല്ലേ, അതേപോലെ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് സ്കിൻ ഉണ്ടാവും, നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. എനിക്ക് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ടു, ആ ഒരു സെറ്റപ്പായിരുന്നു എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അത് കുറച്ചങ്ങോട്ട് മാറ്റിയപ്പോൾ തന്നെ ഫേസ് പാക്ക് മാറ്റിയപ്പോൾ തന്നെ നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ടായി, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റൻ ആവും. പിന്നെ ഇത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയ്ക്ക് കിഡിലനായിട്ട് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ടാനിങ് ഒക്കെ നല്ല രീതിയിൽ മാറി കേട്ടോ. പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തപ്പോൾ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുകൊണ്ടോ എൻ്റെ കയ്യിൽ നല്ല ടാൻറ്റ്, ഞാൻ കയ്യിലൊന്നും ചെയ്തിട്ടുണ്ടായില്ല. കയ്യിൽ മുഖത്തിൻ്റെയും കളർ കണ്ടോ, നല്ല വ്യത്യാസമില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം.